താരനേരം. Hey, hello listeners. Welcome to Taraneram. And this is me, RJ Mansi, with you on Taraneram. And in the Taraneram, എന്റെ കൂടെയുള്ള ആ ഒരു താരം തൃശൂർ രാമകൃഷ്ണൻ വിജയലക്ഷ്മി എന്ന വിജയ് വെങ്കടേഷ് ആണ്. പക്ഷെ മലയാളികൾക്ക് ഇദ്ദേഹത്തെ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ പാച്ചുവും അത്ഭുത വിളക്കിലും ഉള്ള ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മച്ചി. സോ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്ത ഒരേ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെ അത്രമാത്രം ഫാൻ ബേസ് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത, കേരളത്തിലെന്നല്ല എനിക്കൊന്ന് ആ ഒരു സിനിമ കണ്ട എല്ലാവരും ആ ഉമ്മച്ചിയുടെ ഫാനായിട്ട് മാറിയിട്ടുണ്ട്. യെസ്, ടുഡേ വി ഹാവ് Vijay Venkatesh as our guest on Taraneram. So welcome ma'am, welcome to Taraneram. Thank you so much. Thank you for the very kind introduction. Thank you. First of all, എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം എ ബിഗ് ഫാൻ ഓഫ് യോഴ്സ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാച്ചുവും അത്ഭുത വിളക്കും കണ്ട സമയത്ത് ഞാൻ ഏറ്റവും ആദ്യം പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ, ഇത് ഏത് ആക്ട്രസ് ആണ്, പണ്ടത്തെ ആക്ട്രസ് ആണ് ഇപ്പൊ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്ന സിനിമയിലേക്ക് എന്നാണ് ഞാൻ ഏറ്റവും ആദ്യം പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തത്. കാരണം എനിക്ക് എന്തോ ആ ഒരു ഫേസ് വളരെ ഫെമിലിയർ ആയിട്ട് തോന്നി. ഫേസ് മാത്രല്ല, എനിക്ക് എന്താ പറയാ, നമ്മൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണെന്നുള്ളത് ഒരിക്കലും ഫീൽ ചെയ്യില്ല. ടു ബി വെരി ഓണസ്റ്റ്, ഐ എം എ ബിഗ് ഫാൻ ഓഫ് യോഴ്സ്. ഫുൾ ക്രെഡിറ്റ് അത് ഡയറക്ടർ അഖിൽ സത്യൻക്കാണ്. അഖിൽ ഫിലിം ഓഫർ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, എനിക്ക് ഫുൾ ടൈം ജോലിയുണ്ട്, പിന്നെ എന്റെ മലയാളം പൊട്ടയാണ്. പക്ഷെ അഖിൽ പറഞ്ഞു ഇല്ലേ, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഫോട്ടോഗ്രാഫ് ഒന്ന് കണ്ടിട്ടാണ് അഖിൽ പറഞ്ഞു എനിക്ക് ഈ ലുക്ക് വേണം, ഒരു പ്രത്യേകമായിട്ടൊരു എൽഡർലി വുമണുடைய കോൺസെപ്റ്റ് ആണ് എന്റെ മൈൻഡില്. സോ അതൊക്കെ നിങ്ങളുടെ ലുക്ക് നല്ലൊരു ഫിറ്റ് ആണ്. അപ്പോ പിന്നെ ഞാൻ കുറച്ച് പേടിച്ചു പോയി. ബിക്കോസ് ഐ മീൻ ഐ എം ലൈക്ക് ഐ വാസ് 70 years old. I have not acted in a film. I love Malayalam cinema. I am like, I'm a great fan of films. പക്ഷെ ഒരിക്കലും ഈ ആലോചന വന്നിട്ടില്ല നമ്മൾക്കും ഫിലിമിലൊന്നും ആക്ട് ചെയ്യണം എന്ന്. പക്ഷെ അഖിലാണ് എനിക്ക് ആ കോൺഫിഡൻസ് തന്നത്. സകല ഡയലോഗും എനിക്ക് ത്രൂ വോയിസ് നോട്ട്സ് എനിക്ക് മേടിച്ച് തന്നത്. ഐ മീൻ ലൈക്ക് ഇറ്റ്സ് ഓൾ അഖിൽ. ഇന്ന് 3 വർഷമായി വേറെവർ ഐ ഗോ അവിടെ ഉമ്മച്ചിയല്ലേ, ആക്ടർ അല്ലേ, വളരെ ഇഷ്ടമായി, പാച്ചു കണ്ടു, സോ ഇറ്റ്സ് സച്ച് എ നൈസ് ഫീലിംഗ്. താങ്ക് യു. അപ്പം ആദ്യമായിട്ട് അഭിനയിച്ച ഒരു റോളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു കാലിബർ അകത്ത് തന്നെ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതാണ് അഖിൽ സത്യൻ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറെ കണ്ടെത്തിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലില്ലാത്തൊരു കാര്യം നമുക്ക് പുറത്തെടുക്കാനായിട്ട് പറ്റില്ലല്ലോ. എത്ര ഡയറക്ടർ ബ്രില്യൻസ് കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിൽ എവിടെയോ ഒരു കലാകാരി ഉണ്ട്. അതൊക്കെ എനിക്കറിയാം, പതിയെ ഇങ്ങനെ പുറത്തെടുക്കുന്നതായിരിക്കും. അപ്പൊ സിനിമ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് അവർ ലൈഫ്. യെസ്, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് വെങ്കടേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനോടും ഏറ്റവും കണക്ട് ചെയ്യുന്ന ഒരു മൂവി കൂടിയാണിത്. കാരണം ആ ഒരു മൂവിയിലൂടെ ഒരു മെസ്സേജ് ഈ ഒരു സൊസൈറ്റിക്ക് കൺവേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാമിന്റെ ലൈഫിലൂടെയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സൊസൈറ്റിയിലേക്ക് എത്തിക്കാനാണ് മാം എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു ആ ഒരു മൂവി കുറച്ചുകൂടെ പേഴ്സണലി കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ശരിയാണ്. പക്ഷെ അഖിൽക്ക് അതൊക്കെ I don't know if he knew exactly, പക്ഷെ ആ ക്യാരക്ടർ ഉമ്മച്ചി ലൈലാന്റെ ക്യാരക്ടർ എനിക്ക് വളരെ it felt very close to who I am. ഞാൻ ക്യാൻസർ പേഷ്യൻസ് കൂടെയാണ് എന്റെ ജോലി. പിന്നെ എനിക്ക് I don't know so many things, serious things as well as flippant things like pink shoes. എനിക്ക് pink shoes വളരെ ഇഷ്ടമാണ്. All my shoes are pink. എനിക്ക് പിന്നെ എഗ് റോൾ വളരെ ഇഷ്ടമാണ്. Calcutta is one of my favorite cities, and I do a lot of work with the children, and I'm very passionate about child education. എന്റെ ഒരു ഫണ്ട് റൈസർ ഉണ്ട്, ചായ് ഫോർ ക്യാൻസർ. അതിലൊരു പ്രോജക്റ്റ് ആണ് പ്രോജക്ട് ശിക്ഷ. So I raise funds so that little cancer patients can go to school. So I think Ummachi Laila definitely was an extension of Vijay Venkatesh. Definitely. അപ്പം ഞാനൊരു കാര്യം വിട്ടുപോയി, നമ്മൾ ഇന്ന് വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാണല്ലോ. സോ ഐ വുഡ് ലൈക്ക് ടു വിഷ് എ വെരി ഹാപ്പി വിമൻസ് ഡേ ടു യു, ആൻ അമേസിംഗ് വിമൻ. All women are amazing. All men are amazing. Yes. Everybody is an amazing person in the mole. Okay? Everybody is an amazing person. Pinne every day is our day, alle? But yes, 8th March is a special date, International Women's Day. And I am very proud to be a woman in the generation. I'm very proud in my country.
from Kerala. Because of Malayalam cinema, I've gone back to my roots. എന്റെ അച്ഛൻ തൃശ്ശൂർ. എന്റെ പേര് തൃശ്ശൂർ രാമകൃഷ്ണൻ. അതെ അതെ, TR വിജയലക്ഷ്മിയിലെ തൃശ്ശൂർ രാമകൃഷ്ണൻ വിജയലക്ഷ്മി. എന്റെ അച്ഛൻ തൃശ്ശൂരിൽ, എന്താണ്, എന്റെ അമ്മ തിരുവനന്തപുരമാണ്, എന്റെ ഹസ്ബൻഡ് ഒക്കെ തൃപ്പൂണിത്തറ. സോ കേരള ഈസ് ഇൻ മൈ ബ്ലഡ്. പക്ഷേ ജനിച്ചത് തിരുവനന്തപുരമാണ്. പക്ഷെ ഐ ഗ്രൂ അപ്പ് ഇൻ ഡൽഹി, പിന്നെ ബോംബെ. ഇൻഫാക്ട് ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വന്നു. ഐ വാസ് ചാവക്കാടിലെ പുതിയ പടം ആരംഭം. ഡയറക്ടർ സുരേഷ് ഈപ്പൻ ആണ്, സുരേഷ് ഈപ്പൻ. സോ വി ഹവ് ജസ്റ്റ് ഫിനിഷ്ഡ് വൺ ഷെഡ്യൂൾ ഷൂട്ടിംഗ് ഫോർ എ ന്യൂ അപ്പൊ ഇനി ഉമ്മച്ചീനെ നമുക്ക് ഇനിയും ഒരുപാട് സിനിമകളിലൊക്കെ കാണാനായിട്ടുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. താങ്ക് യു. അംഗീകാരം എന്നൊരു തമിഴ് പടമുണ്ട്. ദാറ്റ് വിൽ ഓൾസോ റിലീസ് ഇൻ ഏപ്രിൽ, ഐ തിങ്ക്. ഈ ഒരു 71 വയസ്സിലാണ് ഒട്ടും സുപരിചിതമല്ലാത്തൊരു ആക്ടിംഗ് ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 69 വയസ്സുള്ള സമയത്താണെന്ന് തോന്നി ഈ ചായ് പ്രോജക്റ്റിലേക്ക് മാം ഒരു ഇനീഷ്യേറ്റീവ്, ഒരു ക്യാമ്പയിൻ ഒക്കെ കൊണ്ടുവരുന്നത്. സോ എന്തും തുടങ്ങുന്നതിനൊരു പ്രായം എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ഫാക്ടറേ അല്ല എന്നുള്ളതാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എനർജിയുടെ രഹസ്യം എന്താണ്? Just to be busy. You have to always be doing something. Because as long as you're doing something, you're learning. And when you're learning, there is no age when you start learn or stop learning. അതൊരു പ്രായമൊന്നുമില്ല, when you seek knowledge. And when you want to learn, you're always growing, you're always reinventing yourself, and you see the world with different eyes. പിന്നെ ഈ ലോകത്തില് there are so many people who need help, and എന്റെ അമ്മ എപ്പോഴും പറയാം, don't look at people who are better than you, who are higher than you. താഴെ നോക്കി, you look at people who don't have what you have. So your life will change, So I think, and പിന്നെ എന്റെ അമ്മ she died just a few months ago. She was 98 years old. എന്റെ അമ്മയ്ക്ക് വളരെ സന്തോഷമായി that I am acting in and മലയാള സിനിമയില് ജോലി ചെയ്യുന്നത്. She was ഏറ്റവും സന്തോഷം എന്റെ അമ്മയ്ക്കാണ് തന്നോടെ മകൾ ഈ മലയാള സിനിമയിലെ പറ്റി. ബിക്കോസ് മൈ മദർ വാസ് വെരി ഫോണ്ട് ഓഫ് മലയാളം സിനിമ. ഷീസ് വെരി ഫോണ്ട് ഓഫ് മമ്മൂട്ടി, ഷീസ് വെരി ഫോണ്ട് ഓഫ് മോഹൻലാൽ. പിന്നെ പാച്ചും അദ്ഭുത വെളുക്കും കഴിഞ്ഞിട്ട് മമ്മൂക്ക കൂടെ വർക്ക് ചെയ്യാൻ എനിക്കൊരു ചാൻസ് കിട്ടി. ഗൗതം വാസുദേവ് മേനന്റെ ഡൊമിനിക് എന്ന ലേഡീസ് ഫസ്റ്റ്. ഗൗതം എന്നെ വിളിച്ചപ്പോ എനിക്ക് വളരെ ഷോക്കായി. പുള്ളിക്കാരൻ പറഞ്ഞു, മമ്മൂക്ക പാച്ചു അദ്ഭുത കണ്ടിട്ട് പുതിയൊരു ഫിലിമാണ്, അതില് മാഡംക്ക് ഒരു റോൾ ഉണ്ട്. സോ so it just happened. പിന്നെ ജയരാജ് സർ വിളിച്ചു. ജയരാജ് സർ വാസ് മേക്കിംഗ് ശാന്തമി രാത്രിയിൽ. അത് ഓക്കെ, യുവർ റേഡിയോ സ്റ്റേഷൻ ഇസ് ഇൻ ഇടുക്കി അല്ലേ? അതെ അതെ. അപ്പോ ഈ ശാന്തമി രാത്രിയിലെ ഷൂട്ടിംഗ് കട്ടപ്പനയിലാണ്. കട്ടപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു മൂവി ഹബ്ബാണ്. ഏറ്റവും കൂടുതൽ മലയാള സിനിമകളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആണ് തൊടുപുഴ, കട്ടപ്പന. അപ്പൊ അമ്മയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ മാമിന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു വുമൻ അമ്മ തന്നെയാണോ? എന്റെ അമ്മ ലളിത രാമകൃഷ്ണൻ. എന്റെ അമ്മ ഒരു എന്ത് പറയാം, ഒരു പവർഫുൾ യെറ്റ് വളരെ ഒരു ടെൻഡർ, കരുണയുള്ള ഒരു ജെന്റിൽ ലേഡിയാണ്, പക്ഷെ വെരി സ്ട്രോങ്. ഷീ ടോട്ട് മീ to never be afraid, to always work hard, and that's it. Always be independent. യെസ്. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ മാമിന് കൊണ്ടു തന്നത് അമ്മയാണ്. ഏറ്റവും എന്റെ അമ്മയും എന്റെ അച്ഛൻ രണ്ടുപേരും എപ്പോഴും പറയാം, യു മസ്റ്റ് ബി വെരി വെൽ ഗ്രൂംഡ്. യെസ്, ഞാൻ മാം എവിടെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മയുടെ ഡ്രസ്സിംഗ് കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, ജോലിക്ക് പോകുന്ന ആളാണോ ടീച്ചറാണോ എന്നൊക്കെ ചോദിക്കാറുണ്ടെന്ന്. My mother was always എപ്പോഴും നല്ല നീറ്റായിട്ട് എലിഗന്റ് ആയിട്ട് ഡ്രസ്. പിന്നെ അമ്മ ഒരു കാര്യം എനിക്ക് വളരെ ഇംപ്രസ് ആയി, ടു ലുക്ക് ഗുഡ്, ടു ലുക്ക് വെൽ ഗ്രൂംഡ്, യു ഡോണ്ട് ഹാവ് ടു വെയർ എക്സ്പെൻസീവ് ക്ലോത്ത്സ്. അതൊന്നും ആവശ്യമില്ല. യു ക്യാൻ ലുക്ക് ഗുഡ് ഇൻ എ നോർമൽ നൈസ്ലി സ്റ്റാർച്ച് കോട്ടൺ സാരി, ഒരു ചിന്നാളം പട്ടുപുടവ, ഒരു സിമ്പിൾ കോട്ടൺ. പക്ഷെ ആ സ്റ്റൈലല്ലേ, അത് ഇൻഡിവിജ്വൽ ആണ്. ഫാഷൻ ഇസ് എന്ത് പറയാം, നോട്ട് പെർമനന്റ്. പക്ഷെ സ്റ്റൈൽ എപ്പോഴും സ്റ്റൈലിഷ് ആയിരിക്കണം. അതാണ് മാമിന്റെ ഒരു സ്റ്റൈലിഷ് ലുക്കിന്റെ പിന്നിലുള്ള കാരണം അല്ലേ? പിന്നെ people will look at you the way you look at yourself, അല്ലേ? Yes. അപ്പോ
അപ്പോ മാനസി നീ കോൺഫിഡന്റ് ആണ്, ഓക്കെ, യു ആർ ഷുവർ ഓഫ് യുവർ സെൽഫ്, യു ആർ കോൺഫിഡന്റ് ഇൻ യുവർ സ്കിൻ. ആ വൈബാണ് നിന്റെ നോക്കുമ്പോൾക്ക് ആ വൈബ് കിട്ടും. യുനോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. സോ നമുക്കിനി കുറച്ച് പിന്നിലേക്ക് ഒന്ന് പോയാലോ, ഒരു 1970-80 കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ആ സമയത്താണ് മാം പഠനത്തിന് ശേഷം ഒരു 2 കൊല്ലത്തോളം ഒക്കെ ഒരു സ്കൂൾ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ അതിനുശേഷം ഒരു എന്താ പറയാ ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ എൻട്രി ചെയ്യാണ്. പിന്നീട് ഒട്ടും പരിചയമില്ലാത്തൊരു മുംബൈയുടെ ഒരു അന്തരീക്ഷത്തിലേക്ക്, കാരണം ദില്ലിയിലുണ്ടായിരുന്നു എനിക്കറിയാം, പക്ഷെ എന്നാലും മുംബൈ എന്ന് പറയുന്നത് ഒരു പുതിയ സിറ്റി തന്നെയാണല്ലോ. സോ അവിടേക്ക് പോകുന്നു. പിന്നീട് അവിടെ വെച്ച ഒരു അമ്മയാവുകയാണ്. പിന്നെ അവിടുന്ന് ഒരു ഷിഫ്റ്റാണ് ഡയറക്റ്റ് ടു വെനിൻസുല അല്ലെ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കുറച്ച് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വിചാരിക്കാത്തൊരു രീതിയിലേക്ക് മാറുന്നു. കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസിലേക്ക് പോകുന്നു, ഒട്ടും സന്തോഷകരമല്ലാത്ത ദിവസങ്ങളിലേക്ക് പോകുന്നു. അവിടുന്ന് പിന്നെ നേരെ നാട്ടിലേക്കല്ല, നേരെ ഒട്ടും പരിചയമില്ലാത്ത US-ലേക്ക് അല്ലേ. ദെൻ അറ്റ് എ ടൈം ഓഫ് ഒരു പോയിന്റിൽ ഡിസൈഡ് ചെയ്യാണ് എനിക്കൊരു ജോലി വേണം. പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണല്ലോ ഒരു ജോലിയിലേക്ക് കയറുന്നത്. അതെ, നാട്ടിൽ തിരിഞ്ഞു വന്നിട്ട് അവിടെ USA ഞാൻ കുറച്ച് ബേബി സിറ്റിങ്ങും കുറച്ച് സെയിൽസ്, ലൈക്ക് ആസ് എ സെയിൽസ് പേഴ്സൺ ഐ യൂസ് ടു. അത് ഒരു സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ അല്ലേ, ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു വന്നു. യെസ്, അത് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ മൈ ചിൽഡ്രൻ എന്ത് ദേവേർ 10 വയസ്സും 8 വയസ്സുമായിരുന്നു. 2 മക്കളാണ്. അപ്പൊ എനിക്കൊരു തോട്ട് വന്നു, ഇതൊന്ന് ചെയ്യണം, യുനോ, ഒരു തന്നെ ഒരു ഐഡന്റിറ്റി വേണം, ഒരു റീസൺ വേണം, ഒരു കുറച്ച് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകണം എന്നൊരു തോട്ട്. പക്ഷെ അത് ഫസ്റ്റ് വന്നത് ഐ മസ്റ്റ് ഹെൽപ്പ് മൈ ഹസ്ബൻഡ്, യുനോ, ഫൈനാൻഷ്യലി, ബിക്കോസ് വി ലോസ്റ്റ് എവറിത്തിങ്. അവിടെ വളരെ ഒരു മോശമായ എക്സ്പീരിയൻസ് ആയി അവിടെ വെനസ്വേലയിലും പിന്നെ US-ല്. അപ്പൊ തിരിച്ചു വന്നപ്പോ ചിൽഡ്രൻ കുട്ടികൾ സ്കൂളിലേക്ക് പോയി. അപ്പൊ ഞാൻ പിന്നെ വെറുതെ വീട്ടില് I said I'll do something to help my partner അല്ലേ. Yes, exactly. Yeah, exactly. കാരണം പൊതുവേ നമ്മുടെ എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകള് ജോലികളിലേക്കൊക്കെ കടക്കുന്ന ഒരു കാലഘട്ടമായി തുടങ്ങിയിട്ടില്ല ഒരു ടൈം ആക്ച്വലി. അപ്പം ഈ ഫൈനാൻഷ്യൽ ബേർഡൻ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ആണുങ്ങളുടെ മേലിങ്ങനെ തോളിലിങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മാം ആക്ച്വലി ഒരു ജോലിയിലേക്ക് കടക്കുന്നത്. അതും എന്താ പറയാ, നമ്മൾ ഒട്ടും എക്സ്പീരിയൻസ്ഡ് അല്ലാത്തൊരു മേഖലയിൽ ഒരു NGO-യിലാണ് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അബ്സല്യൂട്ട്ലി. അത് പിന്നെ അത് പോസിബിൾ ആണത് ബോംബെ സിറ്റിയാണ്. വേറെ ഐ ഡോണ്ട് തിങ്ക് വേറെ ഒരു സിറ്റിയിൽ ഇത്ര എളിച്ചിൽ എനിക്ക് ഈ ഒരു ജോലി കിട്ടത് മാത്രമല്ല, പക്ഷെ ആ ജോലിന്റെ ഒരു എന്താ പറയാ ഒരു പ്രോഗ്രസ്, ഒരു അച്ചീവ്മെന്റ്. അത് ബിക്കോസ് അത് ബോംബെ ഒരു I think it's the same in Kerala also. That and I think also കേരളത്തില് ഇവിടെ മഹാരാഷ്ട്രയില് പിന്നെ ഒരു ലെവൽ ബംഗാളില് the women are very strong and women are given that opportunity. ഇവിടെ ഒരു മനുഷ്യൻ എന്നെ ചോദിച്ചിട്ടില്ല നിന്റെ മിസ്റ്റർ ഏത്, what does your mister do? They are only concerned what can you deliver, So I think അത് ബോംബെ സിറ്റിയുടെ ഒരു എനർജിയും ഒരു ചാർമും ഒരു മോട്ടോ ആണ്. നിങ്ങൾക്ക് വല്ലതും യു വാണ്ട് ടു ഡു സംതിങ് യു ക്യാൻ ഡു ഇറ്റ്. So the city gave you a lot of opportunity to explore or empower yourself. Opportunity and courage. Yes. ഒരു ധൈര്യം കിട്ടി. So ഈ ക്യാൻസർ ഫീൽഡിൽ ഒരു more than 35 years ആയല്ലോ. സോ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗത്തിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കില്ലറായിട്ട് കാണുന്നതല്ലാതെ എന്തെങ്കിലും ഇപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ആൾക്കാർ അതിനെ കാണുന്ന ഒരു രീതിയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ. ക്യാൻസർ ഉണ്ടായി മരിച്ചുപോയി ഓൾവേസ് നെഗറ്റീവ്, ഓൾവേസ് സോറോ. നോ, there are so many people surviving cancer and living well, living normal. All the patients I work with, you can go to our എന്റെ ഓർഗനൈസേഷന്റെ പേര് ഫ്രണ്ട്സ് ഓഫ് മാക്സ് ആണ്. യു ക്യാൻ ഗോ ടു ദ വെബ്സൈറ്റ് ഫ്രണ്ട്സ് ഓഫ് മാക്സ്, പിന്നെ ഫേസ്ബുക്കിൽ സകല ഇടത്തിലും ഉണ്ട്. യു ക്യാൻ ഗോ ആൻഡ് you can listen to our patients talking about their needs. Okay, very very nice. Yeah, today cancer is something that we can take care of, that can be cured അല്ലേ. സോ ഈ ഒരു ജോലി ആക്ച്വലി ഈ ക്യാൻസർ കെയർ എന്ന് പറയുന്നത് തുടക്കത്തിലെ ഒരു ജോലി ആയിട്ടാണ് ചൂസ് ചെയ്തത്.
അതിനുശേഷം ലാസ്റ്റ് ഇയർ ആണ് റിസൈൻ ചെയ്തത്, റിട്ടയർ അതെ, ചെയ്തത്. അതെ. ഫുൾ ടൈം ഓക്യുപ്പേഷൻ ആണ് എന്റെ ജോലിയായിരുന്നു. എനിക്ക് ശമ്പളം കിട്ടിയായിരുന്നു. ഐ വാസ് റീജിയൻ ഹെഡ്, ഐ വാസ് സൗത്ത് ഏഷ്യ റീജിയൻ ഹെഡ്. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഇയർ റിട്ടയർ ആയിട്ട് ഞാൻ മാക്സ് ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മെമ്പർ ആയിരുന്നു. ഓക്കെ, സോ ഇത് ആക്ച്വലി ഒരു ജോലിയായിട്ടാണ് ഇതിന് മാക്സിൽ കയറുന്നത്. പക്ഷെ ഒരു 35 വർഷത്തിന് ശേഷം ഒരു ക്യാൻസർ കെയറിൽ ഇത്രയും വർക്ക് ചെയ്യുന്ന സമയത്ത് മാമിന്റെ പെർസ്പെക്റ്റീവ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്കുള്ള എവറി ഇൻഡിവിജ്വൽ ഓക്കെ, പേഷ്യന്റ് ആണ്, പേഷ്യന്റുടെ ഫാമിലി ആണ്, ഒരു സ്ട്രെങ്ത് ഉണ്ട്, ഡീപ് ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, നമ്മൾ ആ സ്ട്രെങ്ത് നമ്മൾക്ക് വേണ്ടി ഒരിക്കലും അത് ഉപയോഗിച്ചിട്ടില്ല. യു ഹാവ് ടു ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ് ഫസ്റ്റ്. അപ്പോൾ തന്നെ യു ക്യാൻ ബി ഓഫ് ഹെൽപ്പ് ടു അതർ പീപ്പിൾ. സോ ക്യാൻസർ കെയർ ചെയ്തു, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലൈഫിന്റെ ഒരു സ്റ്റേജിൽ സെല്ലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനു മുമ്പ് ടീച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് പറയാ, ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആൻഡ് മാസ്റ്റർ ഓഫ് നൺ. സോ ഇതിന്റെ ഇടയിൽ ഇനിയിപ്പം കൈവയ്ക്കാത്ത മേഖലകളൊക്കെ കുറവാണ്. ഇപ്പൊ ഇത് ആക്ട്രസ് ആണ്. സോ ഇതിനകത്ത് ചെയ്തതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഇതാ? സെയിൽസ് പേഴ്സൺ, വെരി ഡിഫിക്കൾട്ട് എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാൻ ഐ ഹാവ് ഓൾവേസ് ബീൻ വെരി കൈൻഡ് ടു പീപ്പിൾ ഹു കം selling things, phone, you get tele salesperson calling you. It's the most difficult thing to do is to sell something and earn a living being a salesperson. Very, very difficult. You have to respect any person who comes to you trying to sell something, asking you have to respect that person. And you have to support that person. So selling ആണ് ഏറ്റവും വലിയ ടാസ്ക് ആയിട്ട് തോന്നിയത്. Yeah, most difficult. യെസ്. പിന്നെ ഇപ്പം ആക്ട്രസ് ആയിട്ടൊക്കെ കഴിവ് തെളിയിച്ചപ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു കഴിവും കൂടി ഉണ്ട്, നല്ലൊരു ഗായികയും കൂടി ആണെന്നൊക്കെ എനിക്കറിയാട്ടോ. ആൻഡ് മാമിന്റെ ഫാമിലിയിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു സംഗീതത്തോടും കലയോടും ഒക്കെയുള്ള ഒരു താല്പര്യത്തിനെ കുറിച്ച് നമുക്ക് മക്കളെ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു രണ്ടുപേരും മ്യൂസിക് ഫീൽഡിൽ തന്നെയാണ് അല്ലേ? Yes. എന്റെ എൽഡർ സൺ അക്കാഡമിഷ്യൻ ആണ്, പക്ഷെ he works a lot through music also. അവിടെ മോൺട്രിയൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, മെഗിൽ യൂണിവേഴ്സിറ്റി, എഡ്യൂക്കേഷൻ ഡീൻ ആണ്. പിന്നെ ചെറിയ മകൻ ഇവിടെ ഇൻഡോറിലാണ്. ഹീസ് ബ്രാൻഡ് ആൻഡ് ഡിസൈൻ എക്സ്പെർട്ട് ആൻഡ് ഹീസ് പെർഫോംസ് ഹെവി ഡെത്ത് മെറ്റൽ. സോ ഫാമിലിയിലെ വേറെ ആർക്കെങ്കിലും ഈ ഒരു മ്യൂസിക് പാരമ്പര്യമൊക്കെ ഉണ്ടോ? My sisters sing very well. മാമും നന്നായിട്ട് പാടുമല്ലോ. ചെറിയ കാലത്തില് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കർണാടക മ്യൂസിക്കില്, പിന്നെ ഓൾ കൈൻഡ്സ് ഓഫ് മ്യൂസിക്. സോ അത് നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് അത്. സോ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പാടാൻ? ഓക്കെ, പക്ഷെ എനിക്ക് അറിയാമുള്ള പാട്ടെല്ലാം വെരി ഓൾഡ് സോങ്സ് ആണ്. ഇറ്റ്സ് ഓക്കെ. നമ്മളും ഇവിടെ പഴയ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നി ഇപ്പം പഴയ പാട്ടുകളാണ് റെട്രോ വേർഷൻസ് ആയിട്ട് ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ ഓൾഡ് സോങ്സ് ഹാവ് എ സെപ്പറേറ്റ് ഫാൻ ബേസ് ഹിയർ. That is true. Okay, Hindi, Tamil, Malayalam. I think a very old Tamil song. Okay. Very old. My father's favorite song. Okay. ഏദിക്കരയിൻ മേലെ പോരവളെ പെൺമയിലേ, ഏദിക്കരയിൻ മേലെ போறவளே பெண்மையிலே, என்னருமை காதலியே, என்னை கொஞ்சம் பாரு நீயே, அன்னம் போல நடந்து திண்டிடும் மயிலே, ஆசை தீரனில் கொஞ்சம் பேசுவோம் குயிലേ. ഫാദറിന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ആണ്. കൊള്ളാം. സോ ഈ അച്ഛന്റെ ഒരു മകളായിരുന്നു TR വിജയലക്ഷ്മി. അപ്പം അച്ഛന്റെ മോളിൽ നിന്ന് ഇപ്പൊ വിജയ് വെങ്കടേഷിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് എന്തൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് മാമിന് ഫീൽ ചെയ്തിട്ടുള്ളത്? കോൺഫിഡൻസ് റാദർ ദാൻ ദ കോൺഫിഡൻസ്. കുറച്ചുകൂടെ ഞാൻ ഈ ലെസ് ജഡ്ജ്മെന്റൽ, അതർവൈസ് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. ഞാൻ കുറച്ച് ഇംപേഷ്യന്റ് ആയിരുന്നു, പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ ഇപ്പോ ഒരു വയസ്സാഹ ഒരു റിയലൈസേഷൻ വന്നു that വേറെ ആളോട് ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കാൻ is very important. So I think that is one lesson I learned, and that is actually the lesson also my father and mother taught me. Yeah, definitely. Most beautiful and most horrible thing of womanhood എന്തായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്?
Most beautiful is, I think just being a woman is very beautiful. Just being a woman, because you have Shakti ആണ്. Woman is Shakti. അല്ലേ? അപ്പൊ അതാണ് most beautiful. Okay. And most horrible is that thanks to our culture, we are thought to be weak. That is wrong. We are not weak. അല്ലേ? പക്ഷെ woman is the weaker sex. Yes. Both physically and mentally, we are Shakti. The woman is എന്ത് പറയാം, embodiment of Shakti. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു മാസ്കുലിനിറ്റി എന്നുള്ള രീതിയിലല്ല, അതൊരു വേറെ വേർഷനിലാണ് സ്ത്രീകളുടെ ശക്തി എന്ന് പറയുന്നത്. ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പുഷപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു അതല്ല വിമൻ എന്ന് പറയുന്ന ഒരു ശക്തിയായിട്ട് നമ്മൾ പറയുന്നത്. Woman is power. Woman is Shakti. Look at the women leaders. After my mother, I admire Indira Gandhi, Benazir Bhutto, Srimavo Bandar Nayaki. Look at the Asian women who are being leaders. Yes. We are very strong. We are very powerful. Yes. And we are very beautiful. But people think we are weak. Adana most horrible. Woman is branded as weaker sex. Weak. No. Okay. So എന്താണ് മാമിന്റെ കാഴ്ചപ്പാടിൽ the real women empowerment? Real woman empowerment is a woman herself should know that she is free. You are free. വിടുതല തമിഴില്, മലയാളത്തിൽ എന്ത് പറയാം? മലയാളത്തിൽ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം. യു ആർ ഫ്രീ. അതാണ് യു ഹാവ് അതാണ് പവർ. അതാണ് റിയൽ പവർ. ടു നോ, അറിയാം യു ആർ ഫ്രീ. നമ്മൾ സ്വതന്ത്രയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അല്ലേ? പിന്നെ വേറെ ഒരു കാര്യമുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം എന്റെ പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഓക്കെ, so not all women world over have a privileged background. എനിക്ക് എന്റെ parents, I had എന്താ പറയാ, ഒരു secure childhood ആയിരുന്നു. നല്ലൊരു എന്റെ വിവാഹ ജീവൻ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്റെ മക്കൾ നല്ല മക്കളാണ്. ഓക്കെ, എനിക്ക് ജോലി കിട്ടി, ഞാൻ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി. എനിക്കിപ്പോ ഇരിക്കാൻ ഒരു ചെറിയ ഫ്ലാറ്റ് ഉണ്ട്. എനിക്ക് ഫുഡ് ഒരു കഷ്ടമില്ല, എനിക്ക് തുണിമണിക്ക് ഒരു കഷ്ടമില്ല. ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്. അത് പെരിയ പ്രിവിലേജ് ആണ്. നോട്ട് ഓൾ വിമൻ ഹാവ് ദിസ് ഫ്രീഡം. Not all women have this privilege. Screen test, and I didn't have to go for a screen test. എനിക്കൊരു audition, I didn't have to go. എനിക്ക് ഈ ഫിലിം കിട്ടി, ഈ 6 ഫിലിം എനിക്ക് കിട്ടി. But I know that there are young girls, young boys. I know there are junior artists, older women, older men. They're all looking for jobs in the film industry. It's a beautiful. So I am very privileged. എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഗിവ് ടു ഗെയിൻ എന്നുള്ളതാണ് ഈ ഒരു വർഷത്തെ തീം എന്ന് പറയുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിൽ നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ the more you give, അതെ, the more you give, the more you get. Yes. സോ അതാണ് ഈ വർഷത്തെ ഒരു വിമൻസ് ഡേയുടെ തീം എന്ന് തന്നെ പറയുന്നത്. സോ എന്താണ് അതിനോട് കണക്ട് ചെയ്തിട്ടൊരു മെസ്സേജ് ആയിട്ട് നമ്മുടെ ലിസണേഴ്സിനോട് പറയാനായിട്ടുള്ളത്? നമ്മൾക്ക് അറിയാത്തത് ഒരു കാര്യമുണ്ട്. തന്നുடைய സ്ട്രെങ്ത്, തന്നുடைய സ്നേഹം. We always think if we give something to somebody, we lose something. Opposite aanadu. When you give something to somebody else, you're actually giving yourself something. Adu you should translate in Malayalam. Ende Malayalam athru nalladalla. Yarukavadu neenga edavadu kudukreenga adile maximum benefit ungalku akkum. നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ? Correct. So never hesitate to give. Whatever you give will come back to you 100 times. സോ ഈ ഒരു വിമൻസ് ഡേയില് നമ്മള് ലേഡീസിനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പല പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്, കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഉണ്ട്. സോ ഈ ഒരു വിമൻസ് ഡേയില് എന്താണ് അവരോടൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്, ഉമ്മച്ചിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത് എന്താണ്? I have been very lucky. എന്റെ ലൈഫിൽ വന്ന മെൻ, എന്റെ ലൈഫിൽ വന്ന പശങ്ങൾ, ബോയ്സ് ആട്ടെ മെൻ ആട്ടെ, they have been my best friends. And I don't think there is any competition between a man and a woman. Okay? We are different. We are very different from each other. Our difference we have to celebrate.
I don't want to be like a man. I don't want to be like a man. I don't want to compete with any man. You are a man, I am a woman, you are different, I am different. നമ്മൾ രണ്ടുപേർക്കും വിധമായ strengths ഉണ്ട്. Let us be partners and give all that we have together to make a better world. So വൈവിധ്യങ്ങളിൽ ഏകത്വം അല്ലേ? So that was a beautiful session with you, ma'am. So എന്തായാലും ഈ ഒരു വിമൻസ് ഡേയില് സാധാരണ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം, വിമൻസ് ഡേ എന്ന് പറയുമ്പോഴത്തേക്കും വിമനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വിമൻ മാത്രമാണ് എല്ലാം എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതല്ല. സോ എനിക്കും അത് തന്നെയാണ് കൺവേ ചെയ്യാനുണ്ടായിരുന്നത്. അതായത് വിമൻസ് ഡേ എന്ന് പറയുന്നത് നമ്മൾ വിമൻസിന്റെ ഒരു എഫേർട്ടിനെയൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആസ് ലൈക്ക് എ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. സോ ടുഗെദർ, അതായത് പുരുഷന്മാരും സ്ത്രീകളും എല്ലാം അടങ്ങുന്ന, മറ്റ് എല്ലാവരും അടങ്ങുന്ന ഈ ഒരു ലോകത്തിൽ എല്ലാവർക്കും ചേർന്ന് ഈ ഒരു വിമൻസ് ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ? ഒരുപാട് നേരം ഇതാ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച്, ഒരുപാട് തിരക്കുകളാണെന്ന് എനിക്കറിയാം. ഞാനിപ്പം കോണ്ടാക്ട് ചെയ്ത സമയത്തും ഒരു പേഷ്യന്റിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരുപാട് കോൾസ് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചതിന് ഒരുപാട് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us. And thank you to your listeners. Thank you to your listeners for listening. സോ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് വിജയ് വെങ്കിടേഷ് ആണ്. ഉമ്മച്ചി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലൂടെ തന്നെ ഇതിനോടകം നമ്മുടെ മനസ്സിലിടം പിടിച്ച, ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സിലൂടെ നമ്മുടെ മനസ്സിലിടം പിടിക്കാൻ പോകുന്ന ഒരു കലാകാരിയാണ്. അതിലുപരി ഒരു മനുഷ്യസ്നേഹിയാണ്. അതുപോലെ തന്നെ ഒരുപാട് നാളുകളായി ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. സോ അങ്ങനെ പല പല മേഖലയിൽ തൻ്റെതായ ഒരു ഇടം കൈവന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇത്രയും നേരം നമ്മുടെ കൂടെ ഒരു വിമൻസ് ഡേയിൽ നമ്മളോട് സമയം ചെലവഴിച്ചത്. അപ്പോൾ താങ്ക് യു സോ മച്ച് മാം ഫോർ ബീയിങ് വിത്ത് അസ്. എന്തായാലും താരനേരത്തിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരാണ്. ഇനി മറ്റൊരു താരവുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത താരനേരത്തിൽ കേട്ടുമുട്ടാം. അൺടിൽ ദെൻ, സോ നമുക്ക് ഇനി ഒരു റാപ്പിഡ് ഫയർ ആയാലോ? അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഷടപടേന്ന് ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് എ വുമൻ ഏറ്റവും അഭിമാനം തോന്നിയ ഒരു നിമിഷം ഏതാണ്? അഭിമാനം തോന്നിയ നിമിഷം, ആ ഒരു മൊമെന്റ്. എന്റെ അമ്മ എന്റെ പടത്തെ കണ്ട്, എന്റെ ഫിലിം കണ്ട് പറഞ്ഞു, ഓ വിജി എക്സലൻസ്. സോ അതിനേക്കാൾ വലിയ അപ്രീസിയേഷൻ ഒന്നും ലൈഫിൽ വേണ്ട അല്ലേ? വേറൊന്നും വേണ്ട. ഐ മേഡ് മൈ മദർ ഹാപ്പി. അതാണ് ബെസ്റ്റ്. ഓക്കെ. ഇതുവരെ വായിച്ചു തീരാത്തൊരു പുസ്തകം? വായിച്ചു തീരാത്ത, എപ്പോഴും എടുക്കും പക്ഷെ വായിച്ചു തീരില്ല, അങ്ങനെ ഏതെങ്കിലും പുസ്തകം ഉണ്ടോ? It's there in front of my eyes. അത് ടി.എം. കൃഷ്ണയുടെ ബുക്കാണ്. അതിന്റെ പേരാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ബൈ ടി.എം. കൃഷ്ണ. അത് ഇവിടെ എന്റെ ഡെസ്കിലുണ്ട്. ഓക്കെ, അത് കുറച്ച് ഹെവിയാണ് ബുക്കാണ്. അപ്പൊ ഓക്കെ, ഐ റീഡ് ഇറ്റ് അവിടെ ഉണ്ട്. ഒരു കുറച്ച് ദിവസമായി അപ്പൊ എന്തായാലും പെട്ടെന്ന് വായിച്ചു തീരട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബുക്ക് എഴുതാൻ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ എവിടെയോ പറഞ്ഞു കേട്ടു. അപ്പൊ അങ്ങനെ ഒരു ബുക്ക് എഴുതുകയാണെങ്കിൽ അതിന് കൊടുക്കുന്ന ഒരു ടൈറ്റിൽ കിട്ടില്ല. അത് ടൈറ്റിൽ ആയിരിക്കും അൺസ്റ്റോപ്പബിൾ. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? മൈസൂർ പാക്ക്. പിന്നെ പഴം നുറുക്കിയതും എനിക്ക് വളരെ ഇഷ്ടമാണ്. ഓക്കെ. പഴം ഇങ്ങനെ മുറിച്ച് പുഴുങ്ങിയ അതല്ലേ? ഓക്കെ. സോ ഇനി ഇപ്പൊ ലൈഫില് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്തായിരിക്കും? എന്റെ ഹസ്ബൻഡ്. I lost my husband 2 years ago. I really miss him. Yeah, we were married for 50 years, പക്ഷേ I miss him. പക്ഷെ എനിക്കൊരു നല്ലൊരു സന്തോഷമാണ്. ഹി സോ പാച്ചുവും അത്ഭുത വിളക്കും വളരെ ഇഷ്ടമായി. പാച്ചു കണ്ടിട്ട് പിന്നെ അഖിലൂടെ പെരിയ ഫ്രണ്ടായി. പിന്നെ ആ പടം തിയേറ്ററിൽ പോയി 7 times he saw it. ഞാൻ കണ്ടിട്ടുണ്ട് ഈ മൂവി ഇറങ്ങിയ സമയത്ത് നിങ്ങൾ 3 പേരും, അഖിൽ, സത്യനും മാമും ഹസ്ബൻഡും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. Such a pleasant person, I think, അല്ലേ? Yeah, he was very kind and very nice, and yeah, I miss him, but very stubborn. നല്ല പിടിവാദമുണ്ട്. ഓക്കെ. സോ ഈ അടുത്ത് ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു മാറ്റം എന്തായിരിക്കും? ലിവിങ് അലോൺ. ഇതുവരെയും ഒറ്റയ്ക്ക് ജീവിച്ചിട്ടില്ല? ഇല്ല. ആദ്യമായിട്ടാണ്?
I like it, you know. I like it. എനിക്ക് കുഴപ്പമൊന്നുമില്ല. I feel again, like I told you, I feel free. പക്ഷെ ഇത് ഏജ് ആയി അല്ലേ, I'll be 74 now. So I have become, എന്റെ കുറച്ച് എന്ത് പറയാം, ക്യാരക്ടറിന്റെ ഇഡിയോസിൻക്രസീസ് ഉണ്ട്, കുറച്ച് എന്റെ ഹാബിറ്റ്സ് ഉണ്ട്. So I like being on my own. Okay. So what makes you happy other than the cancer care? എന്താണ് വേറൊരു സന്തോഷം തരുന്ന ഒരു കാര്യം? Music. അടിപൊളി. Listening to music. Okay. ഇതപ്പം നമ്മുടെ റാപ്പിഡ് ഫയർ തീർന്നു. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഉത്തരമൊക്കെ പറഞ്ഞു. I hope you enjoy the rapid fire. I love it. ഗിവ് ടു ഗെയിൻ എന്നുള്ളതാണ് ഈ ഒരു വർഷത്തെ തീം എന്ന് പറയുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിൽ നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ the more you give, അതെ, the more you give, the more you get. Yes. സോ അതാണ് ഈ വർഷത്തെ ഒരു വിമൻസ് ഡേയുടെ തീം എന്ന് തന്നെ പറയുന്നത്. സോ എന്താണ് അതിനോട് കണക്ട് ചെയ്തിട്ടൊരു മെസ്സേജ് ആയിട്ട് നമ്മുടെ ലിസണേഴ്സിനോട് പറയാനായിട്ടുള്ളത്? നമ്മൾക്ക് അറിയാത്തത് ഒരു കാര്യമുണ്ട്. തന്നുடைய സ്ട്രെങ്ത്, തന്നുடைய സ്നേഹം. We always think if we give something to somebody, we lose something. Opposite ആണത്. When you give something to somebody else, you're actually giving yourself something. அது you should translate in മലയാളം. എന്റെ മലയാളം അത്ര നല്ലതല്ല. யாருக்காவது நீங்க ஏதாவது கொடுக்குறீங்கன்னா அதுல மேக்ஸிமம் பெனிஃபிட் உங்களுக்கு ஆக்கும். നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ? Correct. So never hesitate to give. Whatever you give will come back to you 100 times. സോ ഈ ഒരു വിമൻസ് ഡേയില് നമ്മള് ലേഡീസിനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പല പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്, കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഉണ്ട്. സോ ഈ ഒരു വിമൻസ് ഡേയില് എന്താണ് അവരോടൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്, ഉമ്മച്ചിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത് എന്താണ്? I have been very lucky. എന്റെ ലൈഫിൽ വന്ന മെൻ, എന്റെ ലൈഫിൽ വന്ന പശങ്ങൾ, ബോയ്സ് ആട്ടെ മെൻ ആട്ടെ, they have been my best friends. And I don't think there is any competition between a man and a woman. Okay? We are different. We are very different from each other. Our difference we have to celebrate. I don't want to be like a man. I don't want to be like a man. I don't want to compete with any man. You are a man, I am a woman, you are different, I am different. നമ്മൾ രണ്ടുപേർക്കും വിധവിധமான strengths ഉണ്ട്. Let us be partners and give all that we have together to make a better world. So വൈവിധ്യങ്ങളിൽ ഏകത്വം അല്ലേ? So that was a beautiful session with you, ma'am. So എന്തായാലും ഈ ഒരു വിമൻസ് ഡേയില് സാധാരണ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം, വിമൻസ് ഡേ എന്ന് പറയുമ്പോഴത്തേക്കും വിമനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വിമൻ മാത്രമാണ് എല്ലാം എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതല്ല. സോ എനിക്കും അത് തന്നെയാണ് കൺവേ ചെയ്യാനുണ്ടായിരുന്നത്. അതായത് വിമൻസ് ഡേ എന്ന് പറയുന്നത് നമ്മൾ വിമൻസിന്റെ ഒരു എഫേർട്ടിനെയൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആസ് ലൈക്ക് എ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. സോ ടുഗെദർ, അതായത് പുരുഷന്മാരും സ്ത്രീകളും എല്ലാം അടങ്ങുന്ന, മറ്റ് എല്ലാവരും അടങ്ങുന്ന ഈ ഒരു ലോകത്തിൽ എല്ലാവർക്കും ചേർന്ന് ഈ ഒരു വിമൻസ് ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ? ഒരുപാട് നേരം ഇതാ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച്, ഒരുപാട് തിരക്കുകളാണെന്ന് എനിക്കറിയാം. ഞാനിപ്പം കോണ്ടാക്ട് ചെയ്ത സമയത്തും ഒരു പേഷ്യന്റിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് കോൾസ് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചതിന് ഒരുപാട് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us. And thank you to your listeners. Thank you to your listeners for listening. So ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് വിജയ് വെങ്കിടേഷ് ആണ്. ഉമ്മച്ചി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലൂടെ തന്നെ ഇതിനോടകം നമ്മുടെ മനസ്സിലിടം പിടിച്ച, ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സിലൂടെ നമ്മുടെ മനസ്സിലിടം പിടിക്കാൻ പോകുന്ന ഒരു കലാകാരിയാണ്. അതിലുപരി ഒരു മനുഷ്യസ്നേഹിയാണ്. അതുപോലെ തന്നെ ഒരുപാട് നാളുകളായി ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. സോ അങ്ങനെ പല പല മേഖലയിൽ തന്റേതായ ഒരു ഇടം കൈവന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇത്രയും നേരം നമ്മുടെ കൂടെ ഒരു വിമൻസ് ഡേയില് നമ്മളോട് സമയം ചെലവഴിച്ചത്. അപ്പോൾ താങ്ക് യു സോ മച്ച് മാം ഫോർ ബീയിങ് വിത്ത് അസ്. എന്തായാലും താരനേരത്തിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരാണ്. ഇനി മറ്റൊരു താരവുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത താരനേരത്തിൽ കേട്ടുമുട്ടാം. Until then, stay tuned to June FM 90.8. കേൾക്കാം, പാടാം, ആഘോഷിക്കാം. താരനേരം.